പ്രിയമുള്ളവരെ, 2026 ജൂൺ 25, 26 ദിവസങ്ങൾ നമ്മുടെ ചാനലുകളിലൊക്കെ നടക്കുന്ന പ്രധാനമായ ഒരു ചർച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ വെച്ച് സമകാലികവും കഴിഞ്ഞ കാലത്തുള്ളതുമായ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ആ പരാമർശങ്ങളുടെ വിശദീകരണമാണ് ചാനലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ചാനലുകളും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. പലരും അവർക്കിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും. അങ്ങനെ കാന്തപുരം എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ സ്വഭാവം അങ്ങനെയാണ്. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് മുമ്പ് പല മീഡിയകളും അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയെ വളച്ചൊടിച്ച് പറഞ്ഞത്. പ്രസവിക്കാൻ സ്ത്രീകൾക്കേ കഴിയൂ എന്ന് പറഞ്ഞത് അവരുടെ ആ തത്വശാസ്ത്രവും തർക്കശാസ്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയുള്ളൂ, വേറൊന്നും കഴിയൂല എന്ന് ആക്കി മാറ്റി. ഈ രീതിയിൽ വളച്ചൊടിക്കുക എന്ന സ്വഭാവം മീഡിയയ്ക്ക് പ്രത്യേകമുള്ളതാണ്. അത് കാന്തപുരത്തിൻ്റെ വാക്കാവുമ്പോൾ പ്രത്യേകിച്ച്. കാന്തപുരം ഉൾക്കൊള്ളുന്ന സംഘടനയുടെ ചരിത്രം പറയുമ്പോഴും ഈ വളച്ചൊടിക്കൽ പലപ്പോഴും നടത്താറുണ്ട് പല മീഡിയകളും. എന്നുവെച്ചാൽ ഈ സംഘടന ഒരു ചെറിയ സംഘടനയാണ്, ഇത് ഭിന്നിച്ചു പോകുന്നതാണ്, ഇത് പുറത്താക്കപ്പെട്ട സംഘടനയാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. എങ്കിലും ന്യൂസ് മലയാളം ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ശരിയായ രൂപം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കുമ്പോൾ കുറച്ച് അനുബന്ധങ്ങൾ കൂടി അതിൽ ചേർത്ത് കൊടുക്കൽ ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം സംഘടനയെ വിലയിരുത്തുമ്പോൾ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവരുടെ അവതരണത്തിലേക്ക് നോക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഒരു മഹത്തായ പ്രസ്ഥാനമാണ് എന്നുള്ളതും അതാണ് നമ്മുടെ മുസ്ലിം കേരളത്തിൻ്റെ നേതൃത്വം എന്നതും എല്ലാവരും അംഗീകരിക്കുമ്പോൾ തന്നെ അതേതാണ് എന്ന വിഷയത്തിലും പല മീഡിയകളും ഒരു വർഗീകരണ രൂപം അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായ രൂപം സമസ്ത എന്നുള്ളത് നിരുപാധികം ചേളാരി വിഭാഗത്തിന് പതിച്ചു നൽകുക, ഇത് വേറെ ഒരു AP സമസ്ത എന്ന പേരിൽ ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത് മീഡിയകളുടെ പൊതു സ്വഭാവമായിരുന്നു. ഇപ്പോൾ ഏകദേശം അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ട് ചരിത്രപരമായൊരു വ്യാഖ്യാനം ഈ അവതാരകൻ പറയുന്നുണ്ട് എങ്കിലും അതിലെ ചില വൈകല്യങ്ങൾ കൂടി നമ്മൾ പരിഹരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം അദ്ദേഹം പറയട്ടെ. അതായത് സ്വാഭാവികമായും അന്ന് അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മുജാഹിദുകളോടുള്ള സമീപനം, മുസ്ലിം ലീഗിനോടുള്ള സമീപനം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തർക്കമുണ്ടാകുന്നത്. സമസ്തയിൽ നിന്ന് കാന്തപുരം വിട്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇവരൊക്കെ വ്യാഖ്യാനിച്ച് എത്തിക്കുന്നത്. അത് ലീഗിനോടുള്ള പ്രശ്നം കൊണ്ടായിരുന്നു, വഹാബികളോടുള്ള പ്രശ്നം കൊണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ വഹാബികളോടുള്ളതാണ്. വഹാബികളെ എതിർത്തത് ശക്തിയായി, അത് അതിനുവേണ്ടി ഉണ്ടാക്കിയതായിരുന്നു സമസ്ത. പക്ഷേ അത് പലർക്കും ദഹിച്ചില്ല. അങ്ങനെ അത് രാഷ്ട്രീയ പാർട്ടിക്കും കൂടി ബാധിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ്, അല്ലാതെ നേരിട്ട് രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിയോജിപ്പ് കൊണ്ട് സമസ്തയിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാവുകയോ സമസ്ത ഭിന്നിക്കുകയോ ഒന്നും ചെയ്ത് എന്ന് പറയാൻ കഴിയില്ല. തുടർന്ന് പറയുന്നത്, തുടർന്നാണ് ആദ്യഘട്ടത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള 6 പേരെ പുറത്താക്കുന്നതായിട്ടുള്ളൊരു തീരുമാനം വരുന്നു. അതിനുശേഷം ഇപ്പുറത്ത് ആ പേരിൽ തന്നെ സംഘടന പുനഃക്രമീകരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് AP അബൂബക്കർ മുസ്ലിയാർ പറയുക. ആ നിലയ്ക്ക് പുനഃക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനുശേഷം AP അബൂബക്കർ മുസ്ലിയാർ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ആ സംഘടന നന്നായി വളരുകയും അതൊരു കേഡർ സ്വഭാവത്തിൽ തന്നെ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ഈ കരച്ചിലിനെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു കരച്ചിലായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ചാനലുകാരും മീഡിയക്കാരും ഒക്കെ സാധാരണഗതിയിൽ പുലമ്പാറുള്ള ഒരു അസംബന്ധമാണ് ഇതിലുള്ളത്. യഥാർത്ഥത്തിൽ കാന്തപുരത്തെ സമസ്തയിൽ നിന്നും പുറത്താക്കി എന്ന ഒരു ആധികാരിക രേഖ ഇതുവരെയും ഒരു പത്രത്തിലും കാണിക്കാൻ കഴിയില്ല. അതുപോലെ ഒരാളെ പുറത്താക്കിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന രീതിയിൽ ആ റിപ്പോർട്ട് പോസ്റ്റൽ വഴിക്ക് അയച്ച് അദ്ദേഹത്തിനെ കൈപ്പറ്റിപ്പിക്കലുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചരിത്രപ്രസിദ്ധമായിരുന്ന സുന്നി പ്രസ്ഥാനത്തിൻ്റെ ശക്തിയെ തെക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കാൻ വേണ്ടി അവിടേക്കൊന്ന് ഉണർവുണ്ടാകാനും ഊർജ്ജസ്വലരായി പ്രവർത്തകർ മാറാനും വേണ്ടി ആവിഷ്കരിച്ച എറണാകുളം സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ സമ്മേളനം വിജയിക്കുന്നത് ആർക്കൊക്കെയോ തടസ്സമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ആ സമ്മേളനം മുടക്കാൻ പല ഇടങ്കോലുകളിട്ടു, വേറൊരു സമ്മേളനം പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെ കൂടി ഈ സമ്മേളനം നിർത്തിവെക്കാൻ വേണ്ടി ആ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ ഏതാനും 1-2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെടുകയാണ് കുറേ ആളുകൾ ചേർന്നിട്ട്.
അതിന് രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ പ്രഖ്യാപിച്ച് ആ സമ്മേളനം നിർത്തിവെക്കാൻ കഴിയില്ല എന്ന രീതിയിൽ അതിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് പോയി. സമ്മേളനം പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണല്ലോ. അത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട്, അതുവരെ ഇല്ലാത്ത കാരണം, സമ്മേളനം നടക്കുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് വരെ പ്രത്യേക കാരണമൊന്നുമില്ല. അതിന് മുമ്പ് ആ സമ്മേളനം മുടക്കാൻ വേണ്ടി വേറെ സമ്മേളനങ്ങളും ഇടങ്കോലുകളൊക്കെ ഇട്ട് നോക്കി, അതുകൊണ്ട് വിജയിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരോട് പറഞ്ഞു ആ സമ്മേളനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അത് നിർത്തിവെക്കാൻ കഴിയില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോയി. നിർത്തിവെക്കേണ്ട ആവശ്യമില്ല, നേരത്തെ സമസ്തയോട് സംസാരിച്ചതാണ്, റിപ്പോർട്ട് കൊടുത്തതാണ്. എന്നിട്ട് എല്ലാ നിലക്കും പൂർണ്ണമായ എല്ലാ ചിലവുകളും ചിലവാക്കിയതിൻ്റെ ശേഷം നിർത്തിവെക്കണമെന്ന് പറയാനൊരു ബുദ്ധിയുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സംഘടന പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എറണാകുളം സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ചേർന്ന യോഗത്തിൽ നിന്ന് 6 ആളുകൾ എന്ന് പറഞ്ഞാൽ 11 ആളുകൾ, അന്നുണ്ടായിരുന്ന കോറത്തിൽ നിന്നുള്ള ഭൂരിഭാഗം എന്ന് തന്നെ പറയാം, അത്തരം ആളുകൾ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ, വിഷയങ്ങൾ ഈ സമ്മേളനമൊന്നുമല്ല ചർച്ച ചെയ്തത്. അതേസമയം അതിന് മുമ്പ് ഒരു കേസ് വന്നിരുന്നു സമസ്തക്ക്, അഥവാ ഒരു സ്റ്റേ വന്നിരുന്നു. ആ സ്റ്റേ നീക്കാൻ വേണ്ടി സമസ്തയുടെ നേതാക്കന്മാരിൽപ്പെട്ട പലരും കളവായ കാര്യങ്ങളൊക്കെ കോടതിയിൽ എഴുതി കൊടുത്തു. അപ്പോൾ അത് സമസ്തയുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല, അതിന് അംഗീകാരം നൽകണമെന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി വാശി പിടിച്ചു. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു അത് സമസ്തയുടെ രേഖയിൽ കളവുണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് കളവായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവരുടേതായ തന്നിഷ്ടമായി നടപ്പാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു നിലക്കും പിന്നെ അതിൽ തുടരാൻ കഴിയില്ല, അഥവാ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ അവരെ കൂടെ ഇരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്നും ഭിന്നിച്ച് പോന്നു എന്ന് ഇവരൊക്കെ വ്യാഖ്യാനിക്കുന്ന ഇറങ്ങിപ്പോരലുണ്ടായത്. അത് സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതല്ല, സമസ്തയുടെ ഒരു യോഗത്തിൽ നിന്നും ഈ പറയപ്പെട്ട 12 ആളുകൾ ഇറങ്ങിപ്പോന്നു, അതാണ് വസ്തുത. അദ്ദേഹം ഈ സുന്നത്ത് ജമാഅത്തിനെ പിളർത്തിയ ആൾ എന്നുള്ള തരത്തിലാണ് മറ്റെല്ലാ ഈ മുസ്ലിം സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും ഈ ചർച്ച ഉയരുമ്പോൾ കാര്യങ്ങൾ കടന്നു വരാറ്. അപ്പോൾ അതിൻ്റെ ഒരു വേദന ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവാം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, ഇപ്പോൾ സമസ്തയുമായി ഒത്തുചേർന്ന് പോകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിയൊന്നും എന്തായാലും AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്കില്ല, AP സമസ്തയ്ക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം അതിനേക്കാൾ ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഒരു കേഡർ സ്വഭാവം പാലിക്കുന്ന ഒരു സംഘടന. ഈ പറഞ്ഞത് വളരെ ശരിയായൊരു പരാമർശമാണ്. യഥാർത്ഥ മൂല്യം, സമസ്തയുടെ ലക്ഷ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു യോഗത്തിൽ നിന്നും വാക്കൗട്ട് നടത്തിയ ഇവരെക്കുറിച്ച് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെന്ന്, സമസ്തയിൽ നിന്ന് പുറത്തുപോയവർ എന്നൊക്കെ മീഡിയകളും ഇവരോടൊപ്പം കൂടിക്കണ്ട് പ്രചരിപ്പിച്ചു. അന്ന് മീഡിയ പിന്തുണ കുറവായിരുന്നു. വസ്തുതകൾ ഉൾക്കൊള്ളാതെ ഓരോ മീഡിയയും രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി അവരിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണോ എന്നോ അറിയില്ല. അന്നുണ്ടായിരുന്ന രീതിയിലുള്ള മീഡിയകൾ അതെല്ലാം നല്ല ഉഷാറായിട്ട് പ്രചരിപ്പിക്കുകയും, കാന്തപുരമാണ് എന്ത് വിഷയം വരുമ്പോഴും ഭിന്നതയുടെ ആൾ, കാരണം വഹാബികളായിട്ട് സഹകരിക്കരുത് എന്നുള്ള നയത്തിൽ കർക്കശ സ്വഭാവമുള്ള ആളാണ്, സമസ്തയിനുണ്ടാക്കിയതാണ്, ആ സമസ്തയുടെ നയം മുറുകെ പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാം കൂടെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തും. ഏത് യോഗം വിളിക്കുകയാണെങ്കിലും കാന്തപുരം വിഭാഗം പങ്കെടുക്കുന്നുണ്ടോ എന്നാണ് എല്ലാവരും നോക്കൽ. കാരണം എന്താണ്, ഇവരെ എല്ലാവരും ഒരേ സ്വഭാവക്കാരാണ്. സുന്നി എന്ന് പറയുന്ന ആളുകളും വേറെ സുന്നി എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരേ സ്വഭാവക്കാരാണ്. അപ്പോൾ കാന്തപുരം വിഭാഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ യോഗങ്ങളിൽ നിന്നും പങ്കെടുക്കൽ കാന്തപുരം വിഭാഗം എന്നല്ല, സമസ്തയുടെ യഥാർത്ഥ ആശയത്തിന് എതിരാണ് എന്ന് ഈ കാന്തപുരത്തിൻ്റെ ഒപ്പമുള്ള ആളുകളും കാന്തപുരവും തീരുമാനിച്ചു, മുന്നോട്ട് നീങ്ങി. അതുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷേ അതിൻ്റെ പേരിൽ, കാന്തപുരത്തിൻ്റെ പേരിൽ എല്ലാവിധ പ്രശ്നങ്ങളും അവർ ചുമത്തി. കാന്തപുരമാണ് എല്ലാത്തിനും പ്രശ്നം, കാന്തപുരമാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്, കാന്തപുരമാണ് ഇതിനൊന്നും ദഹിക്കാത്തത്. ഇത് ദഹിക്കാത്തത് സമസ്തയുടെ നയത്തിനോട് ഒത്തുപോകാത്തത് കൊണ്ടാണ്. അതിനുവേണ്ടിയാണ് സമസ്തക്കാർ നിലകൊള്ളേണ്ടത്. അതിന് അദ്ദേഹം സജീവമായി നിലകൊണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ ചരിത്രം ഉണ്ടാകുന്നത്. പിന്നെ അതിന് ശേഷം ഉണ്ടായ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതാണ്. ഈ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹം യഥാർത്ഥമായ ആ സമസ്തയുടെ ജനറൽ ബോഡിയാണല്ലോ, യഥാർത്ഥമായ പരമാധികാര ബോഡി, ആ ബോഡിയോട് സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത്, സമസ്തയുടെ
കാഴ്ചപ്പാടുകളും നീക്കങ്ങളുമൊക്കെ ഇപ്പോൾ ശരിയായ രീതിയിലല്ല. അതുകൊണ്ട് ജനറൽ ബോഡി അടിസ്ഥാനത്തിൽ സമസ്തയെ പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുനഃസംഘടിപ്പിച്ചു. അതോടുകൂടെ പിന്നെ വേറൊരു സമസ്ത ഇല്ലല്ലോ. ഇപ്പോൾ ലീഗിൻ്റെ ഒരു കമ്മിറ്റി മുമ്പ് സേട്ടു സാഹിബ് പ്രസിഡൻ്റായിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് പുനഃസംഘടിപ്പിച്ച് ഇങ്ങനെ വന്നപ്പോൾ ബനാത്തുവാല പ്രസിഡൻ്റായിട്ട് വന്നു, സേട്ടു സാഹിബ് പുറത്ത്. പിന്നെ അപ്പോൾ അവിടെ പറയാൻ പറ്റും സേട്ടു സാഹിബ് ആയിരുന്നു പ്രസിഡൻറ്റ് തന്നെയാണ്ട്. അതല്ല, ജനറൽ ബോഡി തീരുമാനിച്ചാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമതൊരു സമസ്ത ഇല്ല. പിന്നെ വേണമെങ്കിൽ അഖിലേന്ത്യാ ലീഗ് പോലെയോ നാഷണൽ ലീഗ് പോലെ വേറൊരു സമസ്ത ഉണ്ടാക്കുക എന്നല്ലാതെ ജനറൽ ബോഡി പുനഃസംഘടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ജനറൽ ബോഡി ഇത്ര വലിയ ആൾക്കാരെ നീക്കുമെന്ന് വെച്ചാൽ അത് ജനറൽ അധികാരമാണ്, അവരോട് ചോദിക്കണം, അവർ തീരുമാനിച്ചു. അപ്പോൾ അതത്രേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കാന്തപുരം ഭിന്നിപ്പുണ്ടാക്കി, കാന്തപുരം ഇറങ്ങിപ്പോയി, കാന്തപുരം സമസ്ത പിളർത്തി എന്നാണ് മീഡിയകൾ ഒന്നാം തരം ഭാഷയിൽ അവർ അന്ന് പ്രചരിപ്പിച്ചത്. അപ്പോൾ എല്ലാവരോടൊപ്പം മീഡിയക്കും അതിൽ വലിയ പങ്കുണ്ട് എന്ന് ചുരുക്കം. ന്യൂസ് മലയാളം തുടരുന്നത് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഒരു വേദന ഉണ്ട് എങ്കിലും അദ്ദേഹം വിട്ടുപോയതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്താപമില്ല. കാരണം അദ്ദേഹം ഒരു നയത്തിലും പരിപാടിയിലും വിശ്വസിച്ചുകൊണ്ട് പോയതാണ്. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിലേറെയുള്ള വിജയങ്ങളും പുരോഗതികളും ഉണ്ടായി. അദ്ദേഹം ലോകതലത്തിൽ അറിയപ്പെട്ട വ്യത്യസ്തമായ മേഖലയിൽ ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, ആ കാര്യങ്ങൾ പറയാനുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ മതപരമായി കാന്തപുരം ആണ് എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പദവി വരെ അദ്ദേഹത്തിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ പുരോഗതിയും നേടി എന്നുള്ള ഈ വിശദീകരണം വളരെയധികം സ്വാഗതാർഹമാണ്. വലിപ്പത്തിൽ ചെറുതായിരിക്കും, പക്ഷേ ആ കേട്ട സ്വഭാവമുണ്ട്, കരുത്ത് കാണിക്കുന്ന ഒരു സംവിധാനമാണ്. ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്, വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുണ്ട്. രാജ്യം മുഴുവൻ അദ്ദേഹം വേറൊരു നിലയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കാലം, രാജ്യത്തിനപ്പുറത്തുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി പുതിയൊരു കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും പറയേണ്ട ആവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സായന്തനത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി ആ വേദന പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവന വളരെ ആത്മാർത്ഥമാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. കാരണം കാന്തപുരത്തിന് വേറെ ആരും ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടമല്ല ഇത്. അതേസമയം 89-ൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പലരെയും ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയായിരുന്നു. അന്നുപോലും മുട്ടുമടക്കാതെ ഊർജ്ജസ്വലതയോടെ നിലകൊണ്ട കാന്തപുരം പലതും ജയിച്ചടക്കി മുന്നോട്ട് നീങ്ങുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു പുരോഗതികളും എല്ലാം ജയിച്ചടക്കി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കീഴടങ്ങേണ്ട ആവശ്യം കാന്തപുരത്തിനില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതായി ചരിത്രങ്ങൾ അയവിറക്കിയ ആത്മാർത്ഥതയോടുകൂടെ തന്നെയാണ് എന്നാണ് മീഡിയ പറയുന്നത്. പക്ഷെ അതോടുകൂടെ അവർ പറയുന്നുണ്ട് വലിപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഘടന ചെറുതാണെങ്കിലും എന്ന്. അതൊരു വിരോധാഭാസമാണ്. കാരണം ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയേക്കാളും വലിയൊരു സംഘടനയാണ്. ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ 89 മുതലാണല്ലോ ഇവർ പണിയെടുക്കാൻ തുടങ്ങിയത്. ആ 89 മുതൽ ഇതുവരെ പണിയെടുത്തിട്ട് 13,000-ഓളം മദ്രസകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റുള്ളവർ ഞങ്ങൾക്ക് മദ്രസ ഉണ്ട് എന്ന് പറയുന്നവർ എല്ലാവരും കൂടി ഉണ്ടാക്കിയ മദ്രസ ഇപ്പോഴും 10,000-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ സംഘടനൻ്റെ ഒരു അടയാളമായിട്ട് എല്ലാ മഹല്ലുകളിലുമുള്ള മദ്രസകളും അതുപോലെ അഖിലേന്ത്യാ തലത്തിലുള്ള വ്യാപനവും മറ്റുമൊക്കെയാണ് മാനദണ്ഡമാക്കേണ്ടത്. അത് പരിഗണിക്കുമ്പോഴും മറ്റർത്ഥത്തിലൊക്കെ നോക്കിയാലും ഏറ്റവും വലിയ സംഘടന AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഈ പേരിൽ തന്നെ ജനറൽ ബോഡി പുനഃസംഘടിപ്പിച്ചത് വകവെക്കാതെ വീണ്ടും ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന മറു സംഘടന, ആ സംഘടനയ്ക്ക് എല്ലാവരും കൂടി പിന്തുണയോടുകൂടെ നേടിയ മദ്രസ ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് ഈ മദ്രസയുടെ എണ്ണം ഇത്രയാണ്. ആ മദ്രസകളുടെയൊക്കെ സ്ഥിതി എന്താണ്? സ്വന്തമായിട്ട് അവർക്കിപ്പോൾ സമസ്ത എന്ന് പറയാമെങ്കിലും ലീഗിൻ്റെ പിന്തുണയില്ലാതെ ലീഗ് അങ്ങനെ ഒരു കുടച്ചിൽ കുടഞ്ഞാൽ അവരൊക്കെ തെറിച്ചു പോകും. കാരണം ലീഗിൻ്റെ ആ ഊരമ്മൽ വളർന്ന അവർക്ക് ഇപ്പോൾ സ്വന്തം ഒരു അസ്തിത്വം ഉണ്ട് എന്നൊക്കെ അവർ കരുതുകയാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവർക്കൊരു അസ്തിത്വവുമില്ല. മൊത്തത്തിൽ ലീഗിലുള്ള ഈ സുന്നികളുടെ 2% പോലും പിന്തുണ അവർക്കില്ല എന്ന് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ട് അവർ പറയുന്നു ആ ലീഗുകാരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയാണ് വലുത് എന്ന്. ലീഗുകാരെ അവർക്ക് കിട്ടുന്ന ചുരുങ്ങിയ വോട്ടുണ്ടല്ലോ ഇവരുടെ, അതും കൂടി നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ കുടയാത്തത്. മഹല്ലുകളിലൊക്കെ ലീഗിൻ്റെ കമ്മിറ്റിയാണ് നടത്തുന്നത്, ലീഗിൻ്റെ ആളുകളാണ് അതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്, അവരാണ് പിരിവ് കൊടുക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ഇനി ബോധ്യപ്പെടണമെങ്കിൽ ഏത് സംഘടനയാണ് വലുതെന്ന് പറയൽ ആളുകളെ കൊണ്ടാണല്ലോ. അത് ഒരു ഈ മീഡിയകളെല്ലാം കൂടി അതിനൊരു സെലക്ഷൻ ഉണ്ടാക്കിയാൽ മതി. മൊത്തത്തിൽ കേരളത്തിലുള്ള ജനങ്ങളെ മുഴുവനും സുന്നികളായ മുസ്ലിങ്ങളായ ആളുകളെ വിലയിരുത്തിയിട്ട് അവരോട് പറയാം, ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും വിശ്വസിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ലീഗുകാരോട് പറയുക നിങ്ങളൊരു ഭാഗത്തേക്ക് നിൽക്കിയെന്ന്. അതുപോലെ കോൺഗ്രസ്സുകാരോട് പറയാം, മുസ്ലിങ്ങളായ കോൺഗ്രസ്സുകാരോട് പറയാം നിങ്ങളൊരു ഭാഗത്തേക്ക്. കാരണം അവർ കോൺഗ്രസിൻ്റെ ആളുകളായി നിൽക്കും.
മാർക്സിസ്റ്റുകാരോട് പറയാം, മുസ്ലിങ്ങളിൽപ്പെട്ട മാർക്സിസ്റ്റുകാരുണ്ടല്ലോ, നിങ്ങളൊരു ഭാഗത്തേക്ക് നിൽക്കുക എന്ന് പറയും. അപ്പോൾ അവർ വേറെ ആയിട്ട് നിൽക്കും. APക്കാരായ ആളുകളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുന്നവരൊരു ഭാഗത്തേക്ക് നിൽക്കുക എന്ന്. അതേസമയം ചേളാരി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സമസ്തക്കാരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ നേതാവിൻ്റെ പേരിൽ മാറി നിൽക്കുക എന്ന്. അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞാൽ കാന്തപുരത്തിൻ്റെ പിന്നിൽ എത്ര ശതമാനം ഉണ്ടാവും? ഏതായാലും ശരി, ഈ മാറി നിൽക്കാൻ പറഞ്ഞ ചേളാരി വിഭാഗത്തിൻ്റെ ആളുകളെക്കാളും 10 മടങ്ങ് കാന്തപുരത്തിന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം എന്താ, വോട്ട് ബാങ്ക് ലീഗിൻ്റെതും ചേളാരികളുടേതും ഒന്നാണ്. നേരത്തെ അത് ഒന്നാണ്, ഇപ്പോഴും അത് ഒന്ന് തന്നെയാണ്. പക്ഷേ കുറച്ചൊരു മുരടിപ്പ് അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ 2% ഒരു അനൈക്യം ഉണ്ടാവും. അപ്പോൾ കേരളത്തിൽ എപ്പോൾ ചോദിച്ചാലും ശരി, കാന്തപുരത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ അവിടെ ഉണ്ടാകും. അതേസമയം ചേളാരി സമസ്തയുടെ വിഭാഗം, അഥവാ ഇന്ന് ഷജറ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗം മാറി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മാത്രം 1-2% ഉണ്ടാവും അതിൽ. ബാക്കിയൊക്കെ എന്താണ്, സ്വഹാബികളൊക്കെ അവരിൽ നിന്നും അകന്നാ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മൊത്തം കൂട്ടത്തിന് ലീഗ് ഒന്ന് കുടയാത്തത് കൊണ്ട് മാത്രം അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് അവരവകാശപ്പെടുകയും ആ അവകാശമാണ് സമസ്ത, അതാണ് വലിയ സംഘടന എന്ന് മീഡിയകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ ഇതിൽ യാതൊന്നും അവശേഷിക്കുന്നില്ല. ശരിക്കും അംഗബലം കൊണ്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംഘടന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അവിടെ സംഘടന എന്തെങ്കിലും കാഴ്ചപ്പാട് പറഞ്ഞാൽ അതിനനുസരിച്ച് മാത്രം നീങ്ങുന്ന, രാഷ്ട്രീയക്കാരുടെ ഒരു തട്ടകത്തിനും വഴങ്ങാതെ, അവരുടെ ഒരു നിർദ്ദേശത്തിനും വഴങ്ങാതെ, മതപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മാത്രം അനുസരിക്കുന്ന ഒരു വിഭാഗം കാന്തപുരം ഉള്ളൂ. അതേസമയം മറുവിഭാഗം ലീഗിൻ്റെയും കൂടി സമ്മതം നോക്കിയിട്ട് എവിടേക്കെങ്കിലും നീങ്ങുകയാണെങ്കിൽ നീങ്ങാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഊരമ്മ നിൽക്കുന്ന ആളുകൾക്ക് വലിയ അസ്തിത്വമുണ്ട്, അവർ വലിയ സംഘടനയാണെന്ന് പറയുന്ന ഈ ഏഷ്യാനെറ്റിലൊക്കെയുള്ള ഷാജഹാനെ പോലുള്ള ശരിക്കുള്ള വിരോധാഭാസം എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളാണ് ഈ ഒരു തത്വം ഇവിടെ കൊണ്ടുവന്നത്. വലിയ സംഘടന അതാണ്, ഇത് ചെറുതാണ് എന്ന്. അതിന് അംഗസംഖ്യ കൊണ്ട് ചോദിച്ചാൽ മതി. എല്ലാവരും വിഭജിച്ച് നിർത്തിയിട്ട് കാന്തപുരത്തിൻ്റെ ഒപ്പമുള്ള ആളുകളെയും അതുപോലെ തന്നെ അപ്പുറത്ത് ഇപ്പോൾ ജിഫിരി തങ്ങളൊപ്പമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നിൽക്കുമ്പോൾ അതിൻ്റെ രൂപം മനസ്സിലാകും എന്നാണ്. ഇത് മീഡിയക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഉണർത്താനുള്ളത്. മറുസംഘടനയുടെ വലിയ നേതാവായിരുന്ന EK അബൂബക്കർ മുസ്ലിയാരും AP അബൂബക്കർ മുസ്ലിയാരും 2 പക്ഷത്തായിരുന്നെങ്കിലും പല നല്ല കാര്യങ്ങളിലും അവർ സംഘടനാ വ്യത്യാസം ഉള്ള സമയത്ത് തന്നെ യോജിച്ചിരുന്നു എന്നും കൂടെ ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് കാന്തപുരത്തിൻ്റെ ആ ഓർമ്മക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ ആ അനുസ്മരണ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സമർത്ഥിക്കുന്നത്. ഈ EKയുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ഞാൻ മേരിക്കുന്നിലെ വീട്ടിൽ പോയി. മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കാനിരിക്കെ എന്നോട് ദുആ ചെയ്യാൻ EK അവർകൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം 96-ൽ ഞാൻ അമേരിക്കൻ യാത്ര പുറപ്പെടാനിരിക്കെയാണ് EK അവർകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. നേരെ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. പരസ്പരം കൈകൾ കോർത്തു പിടിച്ചിരുന്ന് അല്പനേരം സംസാരിച്ചു. നാം തമ്മിൽ വന്നുപോയ അകൽച്ച ദൗർഭാഗ്യകരമായി പോയി. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഇനി നമുക്കെന്ന് കിട്ടും? എൻ്റെ കൈകളിൽ അമർത്തിക്കൊണ്ട് EK അവർകൾ ചോദിച്ചു. ഇതാണ് അപ്പൊ സംഘടനാപരമായി 2 ഇടത്ത് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾ ഒന്നായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ മനോഭാവം ആ വിഭാഗത്തിൽ എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഏതായാലും കുറേ കാലം അദ്ദേഹം ഈ വിശ്വാസക്കാരനായിരുന്നു. പിന്നീട് അത് വിലപ്പോയില്ല. അണികൾ മുഴുവനും കാന്തപുരത്തിൻ്റെ കൂടെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ യോജിപ്പിൻ്റെ മേഖല തേടിക്കൊണ്ടിരുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അത് നടന്നില്ല. അങ്ങനെയാണ് ഉണ്ടായത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് വ്യക്തിപരമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇവർ വിശദീകരിക്കുന്നത് അല്ല. ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് EK അബൂബക്കർ മുസ്ലിയാർ അപ്പുറത്തും ഇദ്ദേഹം ഇപ്പുറത്തും എന്നുള്ള നിലയിലേക്ക് അത് ക്രമീകരിക്കപ്പെടുന്നത്. കാരണം ഈ തർക്കങ്ങളുടെ ചില ഘട്ടത്തിലൊക്കെ ചില ആദ്യഘട്ടത്തിലൊക്കെ EK അബൂബക്കർ മുസ്ലിയാർ ശക്തമായി AP അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. സംഘടനയ്ക്കുള്ളിൽ ഒരു പരസ്പരം വല്ലാതെ സഹായിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹം ഓർത്തെടുക്കുന്നത് എന്നെ EKയുടെ ആൾ എന്നുള്ളതായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്ന ഒരു കാലത്തെ ആരോപണമെന്ന് AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും സംഘടനയെ 2ആയി പിളരേണ്ടി വന്നു എന്നുള്ളത് അതിനകത്തൊരു കാര്യം. ഇത് പലരും മറച്ചുവെച്ച ഒരു പച്ചയായ ചരിത്ര യാഥാർത്ഥ്യമാണ്. 85-ലെ സമസ്തയുടെ 60-ാം വാർഷിക സമ്മേളനം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ സമ്മേളനം കഴിഞ്ഞ് ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് ഈ ഭിന്നിപ്പുകളൊക്കെ 2 രീതിയിലായി നീങ്ങിയത്. മുമ്പും ഭിന്നിപ്പിൻ്റെ സ്വരങ്ങളുണ്ടായിരുന്നു. അത് അന്ന് APയും EKയും ഒരു ഭാഗത്തും മറുവിഭാഗം മറ്റേ ഭാഗത്തുമായിട്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു സംഘടനയായി അത് വന്നിരുന്നില്ല എന്ന് മാത്രം.
89-ന് ശേഷമുണ്ടായ ചില സാഹചര്യങ്ങളിലാണ് ഈ ഭിന്നിപ്പ് എന്ന് പറയുന്ന അത് വരുന്നത്. സമസ്ത ഭിന്നിച്ചു എന്ന് പറയാനില്ല, അത് പുനഃസംഘടിപ്പിച്ചാൽ പിന്നെ ഒറ്റ സംഘടനയെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട് സുന്നികൾക്കിടയിൽ. അത് ഉണ്ടായത് 85-ന് ശേഷം, ഏകദേശം 89-ഓടുകൂടെയാണ് അത് പൂർണ്ണമായ അർത്ഥത്തിലാകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് 85 വരെയുള്ള കാലഘട്ടത്തിൽ കാന്തപുരത്തിൻ്റെ തെറ്റെന്തായിരുന്നു രാഷ്ട്രീയക്കാർ കണ്ടത്? ഇ കെയെ പിന്തുണച്ചു, ഇ കെയുടെ ആളായി എന്നുള്ളതാണ്. ഇന്ന് ഇ കെയെ പുകഴ്ത്തുന്ന ആളുകൾക്ക് ഇ കെ ആരായിരുന്നു? ശംസുലുലമയല്ല, ഒരു പണ്ഡിതനല്ല, അവരൊരു വേദിയിൽ പങ്കെടുപ്പിക്കൂല. ജാമിയ നൂരയിൽ നിന്ന് 8 കൊല്ലം അദ്ദേഹത്തെ അകറ്റി നിർത്തി. പ്രിൻസിപ്പാളും അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. അതൊക്കെ ചെയ്ത ഇവർ അന്ന് ശംസുലുലമയല്ല, ഇപ്പോൾ അവർക്ക് ശംസുലുലമ ആയതെന്തുകൊണ്ടാണ്? അവരോട് സപ്പോർട്ട് ചെയ്യുന്ന രീതി ഉണ്ടായി. അപ്പോൾ ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നേരത്തെ എ പിക്കുണ്ടായിരുന്ന തെറ്റ് ഇ കെയുടെ ആളായി എന്നുള്ളതാണ്. ഇ കെ ആയിരുന്നു കുറ്റവാളിയായിട്ട് അവർക്കുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? മനുഷ്യൻ നാറിയാൽ മൃഗമാകും, മൃഗം നാറിയാൽ ശംസുലുലമയാകും. ഇത് ലീഗിൻ്റെ ആളുകൾ നടത്തിയിരുന്ന മാപ്പിളനാടിൽ മലപ്പുറം കമ്മു എഴുതിയതാണ്. മലപ്പുറം കമ്മു ലീഗാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കമ്മു പണി തീർന്നപ്പോൾ 8 സ്ഥലത്താണ് ചന്ദ്രികയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് എഴുതിയിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയൊക്കെ അവഹേളിച്ച, അതുപോലെ തന്നെ സിറാജിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ഇ കെ സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം എന്നതിനെ പരിഹസിച്ചുകൊണ്ട് ചന്ദ്രിക എഴുതി, ഇപ്പോൾ ഞങ്ങൾ സുന്നികളെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വേറിട്ട് നിർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉപദേശക ചെയർമാൻ കൂടിയായ ഇ കെ പറഞ്ഞു. ഇ കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശംസുലുലമ ആ പേരേനെ അവർ കേട്ടിട്ടില്ല എന്നൊന്നും. ഇപ്പോൾ ശംസുലുലമ അതെന്താണ്? അവനാൻക്കനുസരിച്ച് ആടിയാൽ എല്ലാ പദവിയും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്നുമല്ലായിരുന്ന ഇ കെ ആയിരുന്നു അവരുടെ ശത്രു. എ പിക്കുള്ള കുറ്റം എന്താണ്? അദ്ദേഹത്തെ ഇ കെ പിന്തുണച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരോടും പറയാറുണ്ട്, എ പിയും ഇ കെയും ഒന്നായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു നയത്തിൽ നിന്ന് ആരാണ് പുറകോട്ട് പോയത്? അതൊന്ന് പരിശോധിച്ച് നോക്കൂ. ആ പരിശോധിച്ചതിൽ ആർക്കാണ് അബദ്ധം സംഭവിച്ചത്? അവിടെയാണ് അബദ്ധം ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. കാരണം രണ്ടാളൊന്നായിരുന്നു, പിന്നെ ഒരാളായിരുന്നു പുറത്തുപോയി. അതായത് വെറുതെ പുറത്തുപോയി എന്ന് തന്നെ പറ്റില്ല, ഒരാദർശത്തിലേന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ 85-ൻ്റെ മുമ്പുള്ള കാഴ്ചപ്പാടിൽ നിന്നും എ പി ആണോ പുറത്തു പോയത്, ഇ കെ ആണോ പുറത്തു പോയത് എന്ന് മനസ്സിലാക്കിയാൽ ആരാണ് പുറത്തു പോയത്, ആരാണ് ഭിന്നിപ്പുണ്ടാക്കിയത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും എന്ന് ചുരുക്കം. ഏതായാലും ഈ അവസ്ഥയിൽ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു നിഷ്പക്ഷമായ രൂപത്തിൽ വിലയിരുത്താൻ വേണ്ടി തയ്യാറായ ന്യൂസ് മലയാളത്തിനെ അഭിനന്ദിക്കുകയാണ്. മീഡിയകളൊക്കെ ചരിത്രം പഠിക്കണം, സംഘടനയുടെ ചരിത്രവും കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ പഠിച്ച് ആ രീതിയിൽ സത്യസന്ധമായ വാർത്തകൾ പറയണം, എഴുതണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് കോലാഹലങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും ഇല്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ രീതിയിൽ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കൊക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. പലപ്പോഴും തീ പിടിപ്പിക്കുന്ന ഇത്തരം മാധ്യമങ്ങൾ ഈ വിഷയത്തിലെങ്കിലും ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചില അബദ്ധങ്ങളും ധാരണകളും പ്രചരിപ്പിച്ച് അവർ ജനങ്ങളെ വശീകരിച്ചിരുന്നു. ആ ധാരണകളെക്കുറിച്ചുള്ള അടിക്കുറിപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വസ്തുത ഇതാണ് എന്ന് എല്ലാവരും ഉൾക്കൊള്ളണം എന്നുണർത്തുകയാണ്.